അമേരിക്കയുടെ മുൻ പ്രസിഡന്റും സമാധാന നോബൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. 100-ാം വയസ്സിൽ ജോർജിയയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. 1977 മുതൽ 1981 വരെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. ക്യാൻസർ ബാധിച്ചെങ്കിലും പിന്നീട് ക്യാൻസറിനെ അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരികെയെത്തി. ക്യാൻസറിനെ അതിജീവിച്ച അദ്ദേഹം സമീപ വർഷങ്ങളിൽ കരളിലേക്കും തലച്ചോറിലേക്കും പടർന്ന മെലനോമ ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. 2002-ലാണ് നോബൽ ജേതാവാകുന്നത്. 1976-ലെ US തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡിനെ തോൽപ്പിച്ചാണ് ഡെമോക്രാറ്റായ കാർട്ടർ വൈറ്റ് ഹൌസിൽ പ്രവേശിച്ചത്. വാട്ടർഗേറ്റ് അഴിമതിയുടെയും വിയറ്റ്നാം യുദ്ധത്തിന്റെയും കാലത്താണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. നേരത്തെ കാലിഫോർണിയ ഗവർണറായി സേവനമനുഷ്ഠിച്ച നടനും രാഷ്ട്രീയക്കാരനുമായ റൊണാൾഡ് റീഗനോട് 1980-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുന്നതിനു പുറമെ അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സംഭാവനകൾ കൂടി കണക്കിലെടുത്താണ് ജിമ്മി കാർട്ടറിന് 2002-ൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.